പ്രിയമുള്ളവരെ, ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ ചാനലുകാർ ചെയ്യുന്ന പോലെ റേറ്റിംഗ് കൂട്ടാനോ എനിക്ക് ലൈക്കും കമൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഗൾഫിൽ നടക്കുന്ന യുദ്ധത്തിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഗൾഫിൽ ഇപ്പോഴാണ് നടക്കുന്ന യുദ്ധം. ഇത് ഒരു ഭാഗത്ത് ഇറാൻ, ഒരു ഭാഗത്ത് ഇസ്രായേലും അമേരിക്കയും. ഇറാന് അണുവായുധം ഉണ്ടാക്കുന്നു എന്നുള്ള നിലക്കാണ് അവിടെ അക്രമം നടത്തുന്നത്. പിന്നെ അവിടെ ജനാധിപത്യമല്ല, മതാധിപത്യമാണ് എന്ന നിലക്കുമാണ് അവിടെ ഇവർ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ യുദ്ധത്തിൽ രണ്ട് പക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഒന്ന് ഇറാൻ, ഒന്ന് ഇസ്രായേൽ. അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളൂ. അമേരിക്കയിലെ ജനങ്ങൾ ശതമാനം പോലും ഈ യുദ്ധത്തിനെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ രണ്ട് രാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും രാഷ്ട്രം തകരും. അത് മിക്കവാറും ഇറാനാവാനും സാധ്യത. അപ്പോൾ ഇറാൻ തകർന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുക? ഇറാൻ തകർന്നു കഴിഞ്ഞാൽ അവിടെ ഒന്നുകിൽ ഒരു ജനാധിപത്യ ഭരണകൂടം വരും. അമേരിക്കയുടെ നേതൃത്വത്തിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കും. വാസ്തവത്തിൽ മൗലികവാദികളുടെ കരങ്ങളിൽ ഒരു രാജ്യം അകപ്പെടാൻ പാടില്ലാത്തതാണ്. ഇറാൻ എന്ന് പറയുന്നത് ഒരു മൗലികവാദം വെച്ച് പുലർത്തുന്നതാണ്. ആ സമയത്ത് ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ശാന്തി സമാധാനത്തിൽ ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. ഈ മൗലികവാദങ്ങൾ വരുമ്പോൾ മനുഷ്യർ പല ചിന്താഗതിയുള്ള ആളുകളാണ്. അവരെ ഒരു മതത്തിൻ്റെ ചട്ടക്കൂട്ടിലേക്ക് കൊണ്ടുവന്ന് നിർബന്ധമായി ആജ്ഞാവർത്തികളായി പ്രവർത്തിക്കാൻ വേണ്ടി ഭരണകൂടങ്ങൾ ശ്രമിക്കും. അത് പാടില്ലാത്തതാണ്. ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ഇസ്ലാം മതവിശ്വാസികളാണ്. പക്ഷെ അവർ അതിൽ സജീവമായി പങ്കെടുക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അത് പങ്കെടുക്കാത്തവരുടെ പേരിൽ കർശനമായ നടപടിയൊന്നും അവിടെ എടുക്കുന്നില്ല. പക്ഷേ ഇറാനിൽ അങ്ങനെയല്ല. അപ്പോൾ അത്തരം ഒരു ഭരണകൂടങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല. പ്രവാചകൻ പോലും മുന്നോട്ട് വെച്ചിട്ടില്ല. എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് പണ്ട് അറേബ്യയിൽ പ്രവാചകനും ഉമർ റളിയല്ലാഹുവിനൊക്കെ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ പിന്നെ ഈ യുദ്ധത്തിൽ തകരാനും സാധ്യതയുള്ള രണ്ട് രാജ്യങ്ങളിൽ ഒന്ന് ഇറാൻ, അല്ലെങ്കിൽ ഇസ്രായേൽ. ഇസ്രായേൽ തകർന്നു കഴിഞ്ഞാലും അവിടെ സമാധാനം പുലരില്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ കൂടെയാണ്. അപ്പോൾ അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുക ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങൾ. ഇസ്രായേൽ നല്ല വിഭാഗം ആണെന്ന് കരുതിയിട്ടല്ലേ പറയുന്നത്. അവരടുത്ത് സാങ്കേതിക വിദ്യകളുണ്ട്, അതിന് കഴിവുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോകം അവരെ ആഗ്രഹിക്കപ്പെടുന്നുണ്ട്. അവരുടെ ചെയ്തികൾ മോശമാണ്. പക്ഷെ അവിടെ ഒരു മാറ്റം വരണമെങ്കിൽ ഈ സ്വേച്ഛാധിപതികളായ ആളുകൾ മാറിയിട്ട് ഭരണരംഗത്ത് ഒരു നല്ല വ്യക്തി വന്നു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രങ്ങളോടും സൗഹാർദ്ദം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമെങ്കിൽ ഇസ്രായേലിന് എല്ലാവരും ഇഷ്ടപ്പെടും. ഇവർ കാലങ്ങളായിട്ട് കുതന്ത്രങ്ങൾ പണിയുന്ന ആളുകളാണ് ഇസ്രായേൽ വിഭാഗങ്ങൾ. അവർ ഏത് രാഷ്ട്രങ്ങളായിട്ട് ബന്ധമുണ്ടോ അവിടെയൊക്കെ ഇവരുടെ കുതന്ത്രങ്ങൾ അവർ പകർന്നു നൽകും. ശരിയായ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരല്ല. നേരെ മറിച്ച് അമേരിക്കക്ക് ആ കാഴ്ചപ്പാടില്ല. അമേരിക്ക കാലങ്ങളായിട്ട് ലോകത്തിന് പല സംഭാവനകളും ഭക്ഷണങ്ങളായിട്ടും
ദാരിദ്ര്യ രാജ്യങ്ങളെ സഹായിച്ചും കൊണ്ടും അവർ മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാർ വാസ്തവത്തിൽ അവർ ഭയപ്പാടിലാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ചാരസംഘടന മൊസാദ് ഉണ്ട്. അവരുടെ ഭയപ്പാടിൻ്റെ നിഴലിലാണ് പലരും വെടിവെച്ചിട്ട് ഇന്നൊക്കെ രക്ഷപ്പെട്ടാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് വെടികൊണ്ട് മരിക്കുകയും ചെയ്തു. അമേരിക്കക്കാരേതായാലും വെടിവെച്ച് കൊല്ലില്ല. ഇപ്പോൾ കൊല്ലുന്നത് ഈ വിഭാഗങ്ങളാണ്. ആ ഭയപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇവരെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യം സംഭവിക്കും. ഒന്ന്, ഇറാനോ അല്ലെങ്കിൽ ഇസ്രായേലോ. ഇറാൻ നശിക്കാനാണ് സാധ്യത. പക്ഷേ ഇറാൻ അതിന് മുമ്പ് എല്ലാവർക്കും ഒരു പാഠം നൽകിയിട്ടാണ് അവർ കീഴടങ്ങുള്ളൂ. ഉറപ്പാണ്. മതമൗലികവാദികൾ തന്നെയാണ് എങ്കിൽ തന്നെ അവർ എല്ലാവർക്കും ഒരു പാഠം നൽകിയിട്ടാണ് അവർ കീഴടങ്ങുള്ളൂ. അത് കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്. അങ്ങനെ സംഭവിച്ചേ മതിയാവും. അപ്പോൾ ഇവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ ഒരവസ്ഥയിലാണ് ചെന്നെത്താൻ സാധ്യത. ഇറാനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനി അഥവാ ഇസ്രായേലിനെ നശിപ്പിച്ചുകൊണ്ട് ഇറാൻ നിലനിൽക്കണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വീണ്ടും വരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇറാന് അവരുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ തലങ്ങളിലും അവർ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. രണ്ട് കാര്യങ്ങളാണ് ലോകത്തിന് ആവശ്യം. ഇസ്രായേലിൽ നല്ലൊരു ഭരണാധിപൻ വരിക, എല്ലാവരുമായിട്ട് സൗഹാർദ്ദം സ്ഥാപിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണാധിപൻ. ഇറാനിൽ ഈ മത മേൽക്കോയ്മ നഷ്ടപ്പെട്ട അതില്ലാത്ത ഒരു ഭരണകൂടം, ഗൾഫ് രാഷ്ട്രങ്ങളെ പോലെ ഒരു ഭരണകൂടം വന്നാൽ ലോകത്ത് സമാധാനം വന്നുപയോഗിക്കും. നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട്, ഇറാൻ നശിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അറേബ്യൻ രാജ്യങ്ങൾക്ക് പിന്നെ ഒരു തണലില്ല. അവരെ നയിക്കപ്പെടാൻ പോകുന്ന അമേരിക്കയും ഇസ്രായേലുമാണ്. അവരൊക്കെ ഉള്ളപ്പോൾ തന്നെയല്ലേ ഗൾഫ് രാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തണം. ഒരു വിഭാഗത്തിനോടുള്ള വെറുപ്പ് കൊണ്ട് അവരോട് അനീതി പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇസ്രായേലിൻ്റെ മനോഗതി മാറ്റിക്കൊണ്ട് ഈ തീവ്രവാദ മനോഭാവം മാറ്റിക്കൊണ്ട് നല്ലൊരു ഭരണാധിപൻ ആ തലപ്പത്ത് വരുമ്പോൾ അവിടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും എല്ലാം ഒരുമിച്ച് സന്തോഷമായി കഴിയുന്നൊരു സുന്ദരമായൊരു കാലം അവിടെ വരും. അങ്ങോട്ടാണ് ഇതിൻ്റെ പുറപ്പാട് എന്ന് തോന്നുന്നു.